ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവി എങ്ങോട്ട്? ഈ ചോദ്യത്തിന് ഒരുപാട് കാലമായി ഒരു വ്യക്തമായ ഉത്തരം നൽകാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആ ചോദ്യത്തിന് ഒരു വ്യക്തമായ മറുപടി വന്നിരിക്കുന്നു. അത് പുരുഷ ടീമിൽ നിന്നല്ല, മറിച്ച് നമ്മുടെ വനിതാ താരങ്ങളിൽ നിന്ന് തന്നെയാണ്. ക്രിക്കറ്റിന്റെ ആവേശത്തിനിടയിലും പുരുഷ ഫുട്ബോളിന്റെ പിന്നോട്ടുള്ള പോക്കിലും ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ്. മുൻ ഓസ്ട്രേലിയൻ സൂപ്പർ താരം സോറ വാൽഷ് പറഞ്ഞതുപോലെ അടുത്ത 10 വർഷത്തിനുള്ളിൽ ഏഷ്യയിലെ ഫുട്ബോൾ പവർ ഹൗസ് ആയി ഇന്ത്യ മാറുമോ? പുരുഷ ഫുട്ബോൾ ടീം റാങ്കിങ്ങിൽ പിന്നോട്ട് പോകുമ്പോഴും വിവാദങ്ങൾ തലപൊക്കുമ്പോഴും ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം ഒരു പുതിയ പ്രതീക്ഷ നൽകുന്നു. ഫിഫ റാങ്കിങ്ങിൽ 61-ാം സ്ഥാനത്തേക്ക് ഉയർന്ന സീനിയർ ടീം ഏഷ്യയിലെ 12-ാം സ്ഥാനത്താണ്. പുരുഷ ടീം ആകട്ടെ 133-ാം സ്ഥാനത്തും. ഈ മുന്നേറ്റം ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. പതിറ്റാണ്ടുകളുടെ കഠിനാധ്വാനത്തിന്റെയും കൃത്യമായ ആസൂത്രണത്തിന്റെയും ഫലമാണ് ഈ വിജയം. ഇന്ത്യൻ വനിതാ ഫുട്ബോളിന് ഈ വിജയത്തിന് പിന്നിൽ പല ഘടകങ്ങളുണ്ട്. യൂത്ത് ടീമുകൾക്ക് കൂടുതൽ മത്സരങ്ങൾ നൽകി യുവതാരങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ ഫുട്ബോൾ ഫെഡറേഷൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തി. വനിതാ ഫുട്ബോളിന് ഊർജം നൽകിക്കൊണ്ട് സംസ്ഥാന തലത്തിൽ വനിതാ ലീഗ് മത്സരങ്ങൾ നിർബന്ധമാക്കി. 2016-ൽ ആരംഭിച്ച ദേശീയ വനിതാ ലീഗ് ഇന്ത്യൻ ഫുട്ബോളിന് കൂടുതൽ പ്രൊഫഷണൽ ആക്കി. വിദേശ താരങ്ങളോടൊപ്പം കളിച്ചത് ഇന്ത്യൻ താരങ്ങളുടെ നിലവാരം ഉയർത്താൻ സഹായിച്ചു. ഒഡീഷ, തമിഴ്നാട്, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് നിരവധി മികച്ച താരങ്ങൾ ഉയർന്നു വന്നു. ഇത് കളിക്കാരുടെ ലഭ്യത വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. ഇന്ത്യൻ വനിതാ സീനിയർ ടീം അടുത്ത വർഷം ഓസ്ട്രേലിയയിൽ നടക്കുന്ന ഏഷ്യൻ കപ്പിൽ പങ്കെടുക്കും. ഇത് ഒരു സാധാരണ മത്സരം മാത്രമല്ല, ലോകകപ്പ് യോഗ്യത നേടാനുള്ള അവസരം കൂടിയാണ്. 12 ടീമുകൾ പങ്കെടുക്കുന്ന ഈ മത്സരത്തിൽ ആദ്യ 6 സ്ഥാനങ്ങളിൽ എത്തിയാൽ 2027-ലെ ലോകകപ്പ് കളിക്കാൻ ഇന്ത്യക്ക് കഴിയും.